ആദിത്യ, ഗുഡ് മോർണിംഗ്. എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാട്ടോ. ഓക്കെ, ഞാൻ ആഫ്റ്റർ 10 minutes അറ്റൻഡൻസ് എടുക്കും കേട്ടോ. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അറ്റൻഡൻസ് എടുക്കും. എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. ആകെ 5-10 പേരേ ഉള്ളൂ. നിവേദ്യ, ഞാൻ ഓഡിബിൾ ആണോ? സർ. ഓക്കെ, താങ്ക് യു. 10 മിനിറ്റ് കഴിയുമ്പോൾ അറ്റൻഡൻസ് എടുക്കും കേട്ടോ. സ്ക്രീൻ ഓക്കെ ആണോ? ജസ്റ്റ് സർ, ഓക്കെ. ഓക്കെ. See the screen. In the last class we were discussing about micro program sequencer. Concept ഇത്രയാണ്. We have to sequence the fetch of control word from the memory. Then we have to perform 4 type of different operation. We have to go for an external direct address from the memory or from the input or output devices. We have to go for subroutine call. Then normally we have to increment the control word address, or we have to perform branch operations. ഇത്രയായിരുന്നു ടാസ്ക്. So we have already explained this diagram. Concept ഒന്ന് ഓർത്തിരിക്കുക. Here we have a multiplexer, 2 selection signal S1 and S0. Based on the input, we have 2 input I1 and I0. Based on the input, we are selecting 4 selection lines. First for identifying external address, second for performing subroutine call, third one normal incrementer performed by this incrementer block, then fourth one performing branch operation. ഇതായിരുന്നു ടേബിള്. 4 കണ്ടീഷൻ ഓർത്തിരിക്കണം. In order to identify external address, subroutine call, normal increment, then branching. Branching take place when I1 and I0 equal to 1 and also test bit equal to 1. ഈ ഒരു കേസാണ് ഇമ്പോർട്ടന്റ്. When test bit, here we have the test bit equal to 1 and I1 and I0 equal to 1, which means we are selecting third option in order to perform branch operation. ഈ ഒരു കാര്യമായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? നിവേദ്യ, ശ്രദ്ധിച്ച ആൾക്കാർ ക്ലിയർ? ഓക്കെ. ആദിത്യ, അനിരുദ്ധ്, ഇത്രയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ദെൻ ടുഡേസ് സൈഡ് ഹെഡിങ് എഴുതുക. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. Horizontal and vertical micro instruction. ഓക്കെ, ബേസിക് ടേംസ് ഒന്നുകൂടി ഞാൻ പറയാൻ പോവാണ്. മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇസ് എ സെറ്റ് ഓഫ് 1 and 0. ഇങ്ങനെയുള്ള 1നെയും 0നെയും കോമ്പിനേഷനെയാണ് നമ്മൾ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓൾസോ വി ആർ സേയിങ് ഇറ്റ് ആസ് കൺട്രോൾ വേർഡ്. Control word is a combination of 1 and 0 which is stored in control memory. Then this control word can perform different micro operations. CPU associated ആയിട്ട്, otherwise processor associated ആയിട്ടുള്ള different micro operations are performed by this control word. Okay, then ഈ ഒരു control word നമുക്കറിയാം, it is a combination of 1 and 0.
കൺട്രോൾ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0. ഈ കൺട്രോൾ വേർഡിനെ നമുക്ക് രണ്ട് രീതിയിൽ സ്ട്രക്ചർ ചെയ്യാം. ആ ഓപ്ഷൻസ് ആണ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതർവൈസ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. കൺട്രോൾ വേർഡ്, ആക്ച്വലി കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0. 1 ആൻഡ് 0 കോമ്പിനേഷനെയാണ് നമ്മൾ കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. അതിനെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാം. ഐദർ വി ക്യാൻ ഗോ ഫോർ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ, അതർവൈസ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. സൈഡ് ഹെഡിങ് എഴുതുക, ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ആദിത്യ, വോയിസ് ക്ലിയർ അല്ലേ? അഭിഷേക്, മിഥുൻ മോഹൻ, വിഷ്ണു, റെസ്പോണ്ട് ചെയ്തേ. മൈ വോയിസ് ക്ലിയർ? Yeah, Aditya, thank you. So you have to write two different option, horizontal micro instruction and vertical micro instruction. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. First one regarding horizontal micro instruction. Going to full screen. ആരും ലീവ് ചെയ്യരുത്. Okay, I am using my marker. ഒന്ന് നോക്കുക. Here I have an instruction add R3, R1. സ്റ്റാർട്ടിങ്ങിലെ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് add R1, R3, R1, where R3 resides in memory, R1 resides in one register. In order to perform this instruction, in order to execute the instruction, we have a 7 different steps. 7 different steps. ഈ സ്റ്റെപ്സിനെയാണ് നമ്മൾ പറയുന്നത് these all are micro operations. These all are micro operation. ഈ മൈക്രോ ഓപ്പറേഷനെയാണ് ആര് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കൺട്രോൾ വേർഡ്. അപ്പൊ ഇങ്ങനെയുള്ള മൈക്രോ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? കൺട്രോൾ വേർഡ്. കൺട്രോൾ വേർഡ് ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0. ഒന്നുകൂടി പറയാം, ആഡ് R3, R1 പെർഫോം ചെയ്യണം. ദിസ് ടാസ്ക് ഡിഫറെന്റ് സ്റ്റെപ്പ് ആയിട്ടാണ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. 7 ഡിഫറെന്റ് സ്റ്റെപ്പ് ആയിട്ടാണ് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കൺട്രോൾ വേർഡ് ഫോർ പെർഫോമിംഗ്, ഈ ഒരു ഫസ്റ്റ് ലൈൻ പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ ലൈൻ ആണ് ഈ കാണുന്ന സംഭവം. കണ്ടോ? ദിസ് ഈസ് ദി കൺട്രോൾ ലൈൻ സിമിലർ ടു ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ സിമിലർ ടു സെക്കൻഡ് സ്റ്റെപ്പ്. കണ്ടോ? PC out, here it is PC out enabled, represented by 1. MAR enabled, it is represented by 1. Read signal enabled, represented by 1. Add enabled, represented by 1. Set out is there, enabled ആണ്. അതർവൈസ് ബാക്കി അല്ല, സോറി, സെഡ് ഔട്ട്, സെഡ് ഇന്ന് മാത്രമേ ഉള്ളൂ, സെഡ് ഔട്ട് ഇല്ല, ഡിസേബിൾഡ് ആണ് 0. ഇനേബിൾഡ് ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ ഡിനോട്ടഡ് ബൈ 1, ഇനേബിൾഡ് അല്ലാത്തതൊക്കെ 0 വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. Thereby ഫസ്റ്റ് ലൈൻ, ദിസ് ഈസ് അവർ കൺട്രോൾ വേർഡ് 1, സിമിലർ ടു ഇത്രയും കാര്യങ്ങൾ പെർഫോം ചെയ്യാനുള്ളത്. സിമിലർലി ഫോർ 2 നമുക്ക് സെക്കൻഡ് ലൈൻ ഉണ്ട്. ഇതാണ് ആക്ച്വലി ഒരു കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 1 ആൻഡ് 0. ഈ ഒരു കാര്യം ക്ലിയർ ആണോ? ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. സേജൽ, സങ്കീർത്തന, ഫസ്റ്റ് ലൈന് കറസ്പോണ്ടിങ് അല്ല കൺട്രോൾ വേർഡ്, സെക്കൻഡ് ലൈന് കറസ്പോണ്ടിങ് അല്ല കൺട്രോൾ വേർഡ്. അപ്പം ഇവിടെ നമ്മൾ ഈ എക്സാമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ എല്ലാ സിഗ്നൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 or 0 ബിറ്റ് ഉണ്ട്. അതായത് ഓരോ കൺട്രോൾ സിഗ്നലും നമുക്ക് വേണ്ട PC in is a control signal, PC out is another control signal, MAR in is another control signal. ഇതിനു വേണ്ട എല്ലാ സിഗ്നൽസിനും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഒരു ബിറ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പം നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയാം. നമുക്ക് വേണ്ട കൺട്രോൾ സിഗ്നലിനെ ഒക്കെ വി ആർ റെപ്രസെന്റഡ് ബൈ യൂസിങ് എ സിംഗിൾ ബിറ്റ്. അതിന് നമ്മൾ എന്ത് പറയുന്നു? ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നു. ഒരു ഡെഫിനിഷൻ നോക്കുക. ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ
in which results can be controlled with a single instruction hold horizontal micro instruction. ലോങ് ഫോർമാറ്റ് ആണ്. ഓരോ ബിറ്റും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ കൺട്രോൾ സിഗ്നൽസിനെയാണ്. കണ്ടോ? We are assigning one bit position to each control signal. This is the simplest way to represent an instruction where we are using one bit position to represent each control signal. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നിവേദ്യ ഒന്ന് പറഞ്ഞു നോക്കി, എന്താ മനസ്സിലായേ? വാട്ട് യു മീൻ ബൈ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ? ഹൊറിസോണ്ടലിലെ ഓരോ ബിറ്റും അതിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ കൺട്രോൾ സിഗ്നൽസിനെയാണ്. എക്സാക്ട്ലി. അപ്പം ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. സപ്പോസ് വി ഹാവ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ ലൈക്ക് സ്ക്രീൻ നോക്കുക, ആഡ് R3, R1. ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ ഇൻസൈഡ് ദി കമ്പ്യൂട്ടർ ഇത്രയും സ്റ്റെപ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ, വി ഹാവ് ടു ഫെച്ച് ദി ഓപ്പറൻഡ്, വി ഹാവ് ടു പെർഫോം ദി ഓപ്പറേഷൻ, വി ഹാവ് ടു റൈറ്റ് ബാക്ക് ദി റിസൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ 7 സ്റ്റെപ്പിൽ എഴുതുന്നത്. ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഓരോ സ്റ്റെപ്സും എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്നൽസ് ഉണ്ടാക്കണം. ഓരോ സ്റ്റെപ്പിനും സിഗ്നൽ വേണം. PC ഔട്ടിന് സിഗ്നൽ വേണം, MARന് സിഗ്നൽ വേണം, റീഡിന് സിഗ്നൽ വേണം, സെലക്ട് ഫോർ വി നീഡ് സിഗ്നൽ, ടു പെർഫോം അഡിഷൻ വി നീഡ് സിഗ്നൽ. ഈ സിഗ്നൽസ് ഇൻ ദി കേസ് ഓഫ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇൻ ദി ഫോം ഓഫ് 1 and 0. അപ്പൊ ഫസ്റ്റ് ലൈനിൽ വേണ്ട സിഗ്നൽ ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, കോമ്പിനേഷൻ ഓഫ് 1 and 0. സെക്കൻഡ് ലൈനിൽ വേണ്ട സിഗ്നൽ ആണ് 1 and 0. ഇനി ഇത് ഹൊറിസോണ്ടൽ ആണ് എങ്കിൽ ഓരോ സിഗ്നലും നമ്മൾ ഓരോ ബിറ്റില് റെപ്രസെന്റ് ചെയ്യും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ നിവേദ്യ? ഓക്കെ. Then Rishun, Ritik, boys, Prince Radhakrishnan, Rohit, Sishaj, clear അല്ലേ? Okay, then next side നോക്കുക. ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് ഇൻ എക്സിക്യൂഷൻ. എന്തുകൊണ്ടാണ്? എല്ലാ സിഗ്നൽസും വി ആർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വലി, വി ക്യാൻ ഗോ ഫോർ ഫാസ്റ്റ് എക്സിക്യൂഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്പീഡാണ് പ്രൈമറി ഫാക്ടർ എങ്കിൽ, വി ആർ ലുക്കിംഗ് ഫോർ എ ഹൈ സ്പീഡ് മെഷീൻ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അലൈൻ ഇൻസ്ട്രക്ഷൻ ഇൻ ഹൊറിസോണ്ടൽ ഫോർമാറ്റ്. അപ്പോൾ ഓർത്തിരിക്കുക, if our primary requirement is speed in execution, we have to go for horizontal micro instruction. അതാണ് ഫസ്റ്റ് പോയിന്റ്. In the case of horizontal micro instruction, we are align each control signal with 1 bit and which can execute fast. ആ 2 പോയിന്റ് അവിടെ എഴുതി വെക്കുക. വെരി ക്ലിയർ അല്ലേ സെവിൻ? സർ ക്ലിയർ. ഓക്കെ. ദെൻ ഐഡന്റിഫൈങ് ദി ഡ്രോബാക്ക്. ഓരോ ബിറ്റും വേണം ഓരോ സിഗ്നലിന്. നമ്മൾ കമ്പ്യൂട്ടറിൽ 10-60 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ 10-60 ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജമ്പ് ഈസ് ദെയർ, ജമ്പ് ലെസ് ദാൻ, ജമ്പ് ഗ്രേറ്റർ, ആഡ്, സബ്, ലോജിക് ഓപ്പറേഷൻ. ഇതൊക്കെ നമ്മൾ കൗണ്ട് ചെയ്താൽ ഡിഫറെന്റ് 60 നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, മോർ ദാൻ 60 ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ കൺട്രോൾ സിഗ്നൽസ് വേണം. അതിനൊക്കെ ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സൈസ് വുഡ് ബി ലാർജ്. അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്. എല്ലാത്തിനും ബിറ്റ് റെപ്രസെന്റേഷൻ വേണമെങ്കിൽ സൈസ് വിൽ ബി ലാർജ്. ദെൻ പല സിഗ്നൽസും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സൈമൾട്ടേനിയസ്ലി നമ്മൾ യൂസ് ചെയ്യില്ല. ചില സിഗ്നൽസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ വി ആർ പെർഫോമിങ് എ രജിസ്റ്റർ ഓപ്പറേഷൻ, R in എന്ന് പറയുന്ന സിഗ്നലും R out എന്ന് പറയുന്ന സിഗ്നലും നമുക്ക് ഒരുമിച്ച് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റൂല. സപ്പോസ് വെൻ വി ആർ പെർഫോമിങ് എ രജിസ്റ്റർ ഓപ്പറേഷൻ R in അല്ലെങ്കിൽ R out. R in മീൻസ് എന്താ? വി ആർ റീഡിങ് എ ഡാറ്റ ഇൻ ടു രജിസ്റ്റർ. അതിന് വേണ്ട കൺട്രോൾ സിഗ്നൽ ആണ് R in. R in ചെയ്യുമ്പം ആ രജിസ്റ്ററിലേക്ക് ആർക്കും R out ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം അത് ഒരാൾ റീഡ് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ PC in, പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഡാറ്റ കൊടുക്കുമ്പം PC out ഒരുമിച്ച് വർക്ക് ചെയ്യില്ല. ഇപ്പൊ നമ്മൾ ഈ കൺട്രോൾ സിഗ്നൽ നോക്കുമ്പം പല സിഗ്നലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിഗ്നൽസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള സിഗ്നൽസ് ഉണ്ടാവുമ്പം എല്ലാത്തിനെയും നമ്മൾ ഹൊറിസോണ്ടലി റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും നഷ്ടമാണ്. കാരണം അത്രയും ബിറ്റ് നമുക്ക് ടു ലാർജ് ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിലേക്ക് പോവാണ് ചെയ്യുക. കോൺസെപ്റ്റ് ഒന്നുകൂടി മനസ്സിലാക്കുക. ഇതിലെ പല ഇൻസ്ട്രക്ഷൻസും നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. വിച്ച് മീൻസ് വെൻ വി ആർ യൂസിങ് വൺ ഇൻസ്ട്രക്ഷൻ,
സെക്കൻഡ് വൺ നമുക്ക് വേണ്ടി വരൂല. ഇനി ഒന്ന് യൂസ് ചെയ്യുമ്പോൾ മറ്റേത് യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ അതിനെ 0 വെച്ചിട്ട് എവിടെ റെപ്രസെന്റ് ചെയ്യണം? ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനിൽ റെപ്രസെന്റ് ചെയ്യണം. കണ്ടോ, പ്രീവിയസ് ഡയഗ്രം നിങ്ങൾ നോക്കുക. യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ 1 വെച്ചും ഇല്ലാത്തതിനെ 0 വെച്ചിട്ടുമാണ് ഒരു ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു കൺട്രോൾ വേർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം പല കേസസിലും മ്യൂച്വലി എക്സ്ക്ലൂസീവായ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് കൊണ്ട് യൂസ് ചെയ്യാത്ത ഇൻസ്ട്രക്ഷനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. അതൊരു ഡ്രോബാക്ക് ആണ്. അതിനൊരു എക്സാമ്പിൾ ആണ് രജിസ്റ്റർ ഇൻ പെർഫോം ചെയ്യുമ്പം രജിസ്റ്റർ ഔട്ട് നമുക്ക് ഒരിക്കലും വേണ്ടി വരില്ല. PC ഇൻ ചെയ്യുമ്പം PC ഔട്ട് വേണ്ടി വരില്ല. മെമ്മറി ഡാറ്റ രജിസ്റ്റർ ഇൻ പെർഫോം ചെയ്യുമ്പോൾ MDR ഔട്ട് വേണ്ടി വരില്ല. അപ്പം ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഇതെന്താണ്, കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. ക്ലിയർ ആണോ? സെവിൻ, സേജൽ, തനുശ്രീ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻസ്ട്രക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡ്രോബാക്ക് ആണ്. ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എ ടു ലാർജ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ അല്ലേ? നബീൽ ചാറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യും മക്കളെ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ സജൽ, താങ്ക് യു. അപ്പം ഇതാണ് ഡ്രോബാക്ക്. ദെൻ നമ്മൾ പോകുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ വി ആർ ഗ്രൂപ്പിംഗ് സിഗ്നൽസ് ഇൻ ടു ഡിഫറെന്റ് കാറ്റഗറി. വി ആർ ആക്ച്വലി ഗ്രൂപ്പിംഗ് ദി സിഗ്നൽസ്. നേരത്തെ പറഞ്ഞതുപോലെ സിഗ്നൽസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. PC ഔട്ട്, MDR ഔട്ട്. ഡയഗ്രാം അത്ര ക്ലിയർ അല്ലാന്ന് തോന്നുന്നു, എന്നാലും നോക്കുക. PC ഔട്ട്, MDR ഔട്ട്, ഇതൊക്കെ ഔട്ടാണ്. PC ഔട്ട്, MDR ഔട്ട്, R1 ഔട്ട്, ടെമ്പററി ഔട്ട്, എല്ലാ ഔട്ട് സിഗ്നൽസിനെയും നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. Then we are grouping all input signals. Then അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ആഡ്, സബ്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെ ഒക്കെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. റീഡ് റൈറ്റിനെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. സെലക്ട് വൈ, സെലക്ട് ഫോറിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. ദെൻ മെമ്മറി റൈറ്റ് കംപ്ലീഷൻ, അതിനെയൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. എനിവേ സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻസ്ട്രക്ഷൻസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ. അപ്പൊ ഈ 16 ഇൻസ്ട്രക്ഷനെ നമുക്ക് ഇനി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വിത്ത് ദി ഹെൽപ്പ് ഓഫ് 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. 8 ഇൻസ്ട്രക്ഷൻ ആണ് ഗ്രൂപ്പ് ചെയ്ത് കിട്ടിയെങ്കിൽ നമുക്ക് അതിനെ 3 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. 2 ഉള്ളെങ്കിൽ 1 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഇൻസ്ട്രക്ഷനെ ഗ്രൂപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതിനാണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, when we have 16 different micro instruction, 0000 can be used for one instruction. 0001 രണ്ടാമത്തെ ഗ്രൂപ്പിന് കണ്ടന്റിനെ റെപ്രസെന്റ് ചെയ്യാം. 10 നിങ്ങൾക്കറിയാം 16 വാല്യൂസ് ഉണ്ട് എങ്കിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് 4 ബിറ്റ് നമുക്ക് 16 എണ്ണത്തിനെയും റെപ്രസെന്റ് ചെയ്യാം. 8 എണ്ണം ഉള്ളെങ്കിൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് 3 ബിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ വി ആർ ഗ്രൂപ്പിംഗ് ടുഗദർ ആൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് 4 ബിറ്റ്. 16 ബിറ്റ് നമുക്ക് അവിടെ വേണ്ട, ഓൺലി വി ആർ റിക്വയറിംഗ് 4 ബിറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വലി അതിനെ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു തലതിരിഞ്ഞ വഴിയാണ്. എനിവേ ഇൻസ്ട്രക്ഷൻ ലെങ്ത് നമുക്ക് ദയർബൈ എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയർ ആണോ? ഫസ്റ്റ് ലെഫ്റ്റ് ആയി. മിഥുൻ മോഹൻ, ക്ലിയർ ആണോ? മിഥുൻ മോഹൻ ഒന്ന് പറഞ്ഞു നോക്കിയേ, കോൺസെപ്റ്റ് ഓഫ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. മൈക്രോ ഇൻസ്ട്രക്ഷൻ വെർട്ടിക്കൽ ആണെങ്കിൽ ആർക്ക് പറയാം? ആശിഷ്, അനൈന ഒന്ന് ഓൺലൈൻ വന്നേ. അനൈന, വാട്ട് അബൌട്ട് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ? അനുപമ ക്ലിയർ ആണോ? അവിടെ ഉണ്ടോ അനുപമ? നന്ദന, സോറി നന്ദ, ഋത്തിക്, സുനിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ ചാറ്റ് ബോക്സ്. സെവിൻ, സേജൽ, ഓക്കെ. നബീൽ നസീർ, ഓക്കെ. അപ്പൊ ഇത്രയും ഓർക്കുക, സിമിലർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ വി ആർ ഗ്രൂപ്പിംഗ് ടുഗദർ. ദെൻ ഇൻ ഓർഡർ ടു റെപ്രസെന്റ് 16 ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് മതി? സെയിം ടൈപ്പ് ആണെങ്കിൽ വിത്ത് 4 ബിറ്റ് വി ആർ റെപ്രസെന്റിങ്. ഈ ഒരു ഓപ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ സേയിങ് ഇറ്റ് ആസ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. നോട്ട് ഡൗൺ ചെയ്യാം.
Similar type instructions are grouped together. Similar type instructions are grouped together. Then grouped together. Then using minimum number of bits use ചെയ്തിട്ട് we can represent control signal. Using minimum number of bits we can represent control signals. Second series question expect ചെയ്യാം. And the main point is differentiation between horizontal micro instruction and vertical micro instruction. നോക്കുക, vertical micro instruction which means it's a highly encoded scheme. എന്തുകൊണ്ടാണ് highly encoded എന്ന് പറയുന്നത്? നമ്മൾ 4 ബിറ്റിനെ കൊണ്ട് 16 ഇൻസ്ട്രക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം പ്രോപ്പർലി അത് എൻകോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഓരോ ബിറ്റും ഈച്ച് ബിറ്റ് റെപ്രസെന്റിങ് ഡിഫറെന്റ് കൺട്രോൾ സിഗ്നൽസ്. അപ്പൊ അത് ഹൊറിസോണ്ടൽ ആണ്, ലൂസ്ലി ഓർ മിനിമലി എൻകോഡഡ് ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഒരു 4 ബിറ്റ്, ഫസ്റ്റ് 4 ബിറ്റ് തന്നെ എന്താണ്, 16 ഇൻസ്ട്രക്ഷനിലെ ഏതോ ഒന്നിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കുക, ഇൻ ദി കേസ് ഓഫ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ 16 ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ വി ആർ റെപ്രസെന്റഡ് യൂസിങ് 4 ബിറ്റ്. 4 ബിറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹൈലി എൻകോഡഡ്. അതാണ് ആ ടേം അവിടെ യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ഹൈലി എൻകോഡഡ് സ്കീം. ഹൊറിസോണ്ടൽ ലൂസ്ലി എൻകോഡഡ് ആണ്. ദെൻ ഹൊറിസോണ്ടൽ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് ലോങ് ഇൻ ഫോർമാറ്റ്. അത് ക്ലിയർ ആയ കാര്യമാണ്. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ നൗ ഇറ്റ് ഈസ് ഷോർട്ട് ഇൻ ഫോർമാറ്റ്. ഇനി ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഹൈ ഡിഗ്രി ഓഫ് പാരലിസം സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ലിമിറ്റഡ് ഡിഗ്രി ഓഫ് പാരലിസമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഓരോ കൺട്രോൾ സിഗ്നൽസിനെയും ഇൻഡിവിജ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പോലും കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം. ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഓരോ കൺട്രോൾ സിഗ്നലിനെയും 1 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ലൂസ്ലി എൻകോഡഡ് സ്കീമാണ്. റിസ്ക് ഒന്നും ഉണ്ടാക്കില്ല. അതിന് എൻകോഡ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറ്റും. പക്ഷെ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്താണ്, നമ്മൾ കുറച്ച് ഹൈ ഫോർമാറ്റിൽ എൻകോഡ് ചെയ്ത് വെച്ചാണ്. അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനെ അതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം കൂടുതലായിരിക്കും. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് പാരലിസം. പാരലിസം എന്ന് പറഞ്ഞാൽ എന്താ, 2ഓ അതിലധികമോ ഇൻസ്ട്രക്ഷനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത്, പാരലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലി എൻകോഡഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എങ്കിൽ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത്രയേ ഉള്ളൂ. സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരലി എക്സിക്യൂട്ട് ചെയ്യാം. അത് കുറച്ച് കോംപ്ലക്സ് ആണെങ്കിൽ പാരലി എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ആ പോയിന്റ്. ലിറ്റിൽ എൻകോഡിംഗ് ഹിയർ ഹൊറിസോണ്ടൽ, കൺസിഡറബിൾ എൻകോഡിംഗ് ആണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു. യൂസ്ഫുൾ ഇൻ ഹൈ സ്പീഡ്. പ്രൈമറി കൺസേൺ ഈസ് സ്പീഡ് ഓഫ് എക്സിക്യൂഷൻ. ഇൻസ്ട്രക്ഷൻസ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. സ്ലോ ഓപ്പറേറ്റിംഗ് സ്പീഡ് വെർട്ടിക്കൽ. കാരണം എന്താണ്, ഹൈലി എൻകോഡഡ് സ്കീമാണ്. ഇൻസ്ട്രക്ഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അത് ടൈം എടുക്കും. ദീസ് ആർ ദ മെയിൻ ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ക്ലിയർ ആണോ? സേജൽ, സാരംഗ്, ഷബിൻ, യാദവ്, വൈഷ്ണ ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. ഓക്കെ സേജൽ, സേവിൻ, താങ്ക് യു. അപ്പൊ നമുക്ക് ഒന്നുകൂടി കോൺസെപ്റ്റ് പറയാം. വി ആർ ഡിസ്കസിങ് അബൌട്ട് മൈക്രോ ഇൻസ്ട്രക്ഷൻ. മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ വേർഡ് മെമ്മറിയിൽ ഈസ് അവൈലബിൾ. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 0 and 1. ഈ കൺട്രോൾ വേർഡിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈച്ച് ബിറ്റ് റെപ്രസെന്റ് 1 കൺട്രോൾ സിഗ്നൽ. സോ ഇറ്റ് ഈസ് ലാർജ് ആൻഡ് ഇറ്റ് ഈസ് ഫാസ്റ്റ് ഇൻ എക്സിക്യൂഷൻ. ബട്ട് ഇൻ ദി കേസ് ഓഫ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലെങ്കിൽ സെയിം ടൈപ്പ് ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു. 16 എണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 4 ബിറ്റ് മതി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ. 8 എണ്ണത്തിനെ ഒരുപോലത്തെ ഗ്രൂപ്പ് ചെയ്താൽ 3 ബിറ്റ് മതി റെപ്രസെന്റ് ചെയ്യാൻ. സോ ഇറ്റ് ഈസ് ഷോർട്ട് ഇൻ ഫോർമാറ്റ്, ബട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഹൈലി എൻകോഡഡ് ആണ്, ദെയർ ബൈ ഫാസ്റ്റ് ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, സ്ലോവർ എക്സിക്യൂഷൻ. ഓക്കെ, ഹിയർ വി ആർ ഫിനിഷിംഗ് കമ്പാരിസൺ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ക്ലിയർ അല്ലേ? സീരീസ് 2 ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. കമന്റ്സ് പറയാം, ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം.
സെവിൻ, താങ്ക് യു. വൈഷ്ണവി ഒന്ന് റെസ്പോണ്ട് ചെയ്തു, തേജ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ഷബിൻ, തനുശ്രീ, വിഷ്ണു. നിങ്ങൾ തരുന്ന വോട്ടുകളാണ് എന്റെ പ്രചോദനം. സിഷാജ്, രോഹിത്, ഋത്തിക്, ഋഷുൻ, നന്ദിത ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നബീൽ, രോഹിത്, രമേശ്, താങ്ക് യു. തേജ, താങ്ക് യു. സിഷാജ്, ഓക്കെ. എല്ലാരും വോട്ട് ചെയ്യാം. നന്ദിത, താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ 5 മാർക്കോ 3 മാർക്കോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അനുപമ ഓക്കെ അല്ലേ? അനുപമ, അനുപമ ചായ കുടിക്കാൻ പോയോ? ചായ കുടിച്ചു വന്നോ? താങ്ക് യു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ഫ്രം 4th മൊഡ്യൂൾ ഇസ് മൈക്രോ പ്രോഗ്രാംഡ് CPU ഓർഗനൈസേഷൻ. ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ള സമയം നമുക്ക് കിട്ടും. വി ആർ ഗോയിങ് ടു ഡിസ്കസ് റിഗാർഡിംഗ് മൈക്രോ പ്രോഗ്രാംഡ് CPU ഓർഗനൈസേഷൻ. ഇപ്പൊ ഇത് പറയുന്നതിന് മുന്നേ നമ്മൾ ഇന്നലെ പറഞ്ഞ കൺട്രോൾ ഓഫ് എ പ്രൊസസർ യൂണിറ്റ് എന്ന് പറഞ്ഞ കാര്യം ജസ്റ്റ് നിങ്ങൾ അതൊന്ന് നോക്കുക. കൺട്രോൾ ഓഫ് പ്രൊസസർ യൂണിറ്റ്, മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്താണെന്ന് ഓർത്തിരിക്കണം. ഈ ഒരു ഡയഗ്രാം ഓർക്കണം. ഈ ഒരു ഡയഗ്രാം എന്തായിരുന്നു? ഫസ്റ്റ് ഡയഗ്രാം റെപ്രസെന്റിങ് എ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിന്റെ ഫസ്റ്റ് ഡയഗ്രാം ആണിത്. ഹിയർ വി ഹാവ് എ റോം മെമ്മറി. ഇതിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത്. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഐഡന്റിഫൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ദെൻ ഓരോ അഡ്രസ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വി ഹാവ് എ മൾട്ടിപ്ലക്സർ. മൾട്ടിപ്ലക്സർ ആണ് അഡ്രസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. ഐഡന്റിഫൈയിങ് എക്സ്റ്റേണൽ ഇൻപുട്ട് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ വിൽ ഐഡന്റിഫൈ ദി ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. ഈ ഒരു ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞതാണ്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു കൺട്രോൾ ഓഫ് എ പ്രൊസസർ യൂണിറ്റ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളർ. അതായത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ വെച്ചിട്ട് ഹൗ വി ക്യാൻ കൺട്രോൾ എ പ്രൊസസർ യൂണിറ്റ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ആ ഡയഗ്രാം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു ആ ഡയഗ്രാം. ഈ ഒരു ഡയഗ്രാം എന്തായിരുന്നു പറഞ്ഞത് ലാസ്റ്റ് ക്ലാസ്സിൽ? വി ഹാവ് സിമിലർലി കൺട്രോൾ വേർഡ്സ് ഇൻ കൺട്രോൾ മെമ്മറി. ഇവിടെ 26 ബിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 6 ബിറ്റ് നമ്മൾ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു. 17th ബിറ്റ് എക്സ്റ്റേണൽ ഇൻപുട്ട് ആണോ അഡ്രസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തു. ദർ ഈസ് എ സ്റ്റാറ്റസ് ബിറ്റ്, ഓവർഫ്ലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 3 ബിറ്റ് നമ്മൾ യൂസ് ചെയ്തു. ദെൻ 16 ബിറ്റുകൾ മൈക്രോ പ്രോഗ്രാമിലെ ഓപ്പറേഷൻസ്, ALU പെർഫോം ചെയ്യുന്ന ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തു. ഈ കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തവര് വീഡിയോസ് പ്രീവിയസ് നോക്കുക, അല്ലെ നല്ല നല്ല വീഡിയോസ് കാണുക, ടെക്സ്റ്റ് വായിക്കുക. ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. ഹിയർ നമ്മൾ പറയുന്നത് എന്താ? നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, CPU ഉണ്ട്. മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ട് ആ CPU എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓൾറെഡി പറഞ്ഞ കുറെ പോയിന്റ്സ് വരും അതിൽ. എങ്ങനെയാണ് അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫാത്തിമ റംഷാദ് അവിടെ ഉണ്ടോ? ഹൃദുൽ MB ഉണ്ടോ? ലിയാന മറിയം അവിടെ ഉണ്ടോ? മുഹമ്മദ് സാലിഹ്, നബീൽ, ഓഡിബിൾ അല്ലേ ഞാൻ? റാസി, ഋഷികേഷ്, ഓക്കെ. ഫാത്തിമ, ഓക്കെ. സാലിഹ്, ലിയാന, താങ്ക് യു. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ദിസ് ഈസ് ദി ഡയഗ്രാം റെപ്രസെന്റിങ് എ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് മൈക്രോ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മളൊരു CPU-നെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഇനിഷ്യലി നമുക്ക് ഓരോ കോമ്പണൻസും എന്താണെന്ന് പറയാം. സെക്കൻഡ് സ്ലൈഡിൽ ഡയഗ്രാം വലിയ ക്ലിയർ അല്ല, അപ്പൊ ഞാൻ ജസ്റ്റ് ഈ സ്ലൈഡിൽ കോമ്പണൻസ് ഒന്ന് പറഞ്ഞുതരാം. ഹിയർ വി ഹാവ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹിയർ വി ഹാവ് എ കൺട്രോൾ മെമ്മറി. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺട്രോൾ മെമ്മറി ഉണ്ട്. കൺട്രോൾ മെമ്മറി വിച്ച് മീൻസ് കൺസിസ്റ്റ് ഓഫ് കൺട്രോൾ വേർഡ്. Control word is a combination of 1 and 0. This control word can generate control signals to perform different micro operation. ഇത്ര ഓർക്കുക. കൺട്രോൾ വേർഡ് എവിടെയുണ്ട്? കൺട്രോൾ മെമ്മറിയിലുണ്ട്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 1 and 0. ഈ 1 and 0 എന്ത് ചെയ്യാം? കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാം. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം?
CPU അസോസിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് കോമ്പണന്റ് റെസ്പോണ്ട് ചെയ്യും. ഒരാൾ റെസ്പോണ്ട് ചെയ്യും. ഇനി ഗോയിങ് ടു സെക്കൻഡ് കോമ്പണന്റ്. ഈ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കാൻ നമുക്ക് ആര് വേണം? വി നീഡ് എ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്താ ചെയ്യുന്നത്? കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് ഡാറ്റ കൊടുക്കുന്നു. അപ്പൊ സീക്വൻസർ ഓരോ അഡ്രസ്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വി നീഡ് എ സീക്വൻസർ. ഇയാളാണ് കൺട്രോൾ മെമ്മറിന്റെ മേലെയുള്ള ആള്. സെവിൻ ക്ലിയർ അല്ലേ? ആ സർ ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നമ്മൾ കഴിഞ്ഞ ഡയഗ്രത്തിൽ പഠിച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി സെലക്ഷൻ സിഗ്നൽസിനെ വെച്ചിട്ട് നമുക്ക് ഓരോ ഇൻ ഓർഡർ ടു പെർഫോം ബ്രാഞ്ചിങ്, ഇൻ ഓർഡർ ടു പെർഫോം ഡയറക്റ്റ് ഇൻക്രിമെന്റ്, അങ്ങനെയുള്ള കുറെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണൽ ഡെഫിനറ്റ്ലി വി നീഡ് എ മൾട്ടിപ്ലക്സർ. അയാളാണ് ഇവിടെ ഉള്ളത്. ഒരു മൾട്ടിപ്ലക്സർ ഉണ്ട്. 4 ടൈപ്പ് ഓഫ് ഇൻപുട്ടിനായിട്ട് സീക്വൻസറായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, മൈക്രോ പ്രോഗ്രാം സീക്വൻസറായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് 4 കാര്യങ്ങൾ ഫ്രം ഡയറക്റ്റ് അഡ്രസ്, ഇൻ ഓർഡർ ടു പെർഫോം ബ്രാഞ്ചിങ്, പിന്നെ നോർമൽ ഇൻക്രിമെന്റ് പെർഫോം ചെയ്യാൻ, സബ് റൂട്ടീൻ കോൾ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ്ലി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത അതേ മൾട്ടിപ്ലക്സർ ആണ് ഈ കാണുന്നത്. ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഈ മൾട്ടിപ്ലക്സറിനെ ഓർക്കുക, സീക്വൻസറുമായിട്ട് കണക്ട്, സീക്വൻസറിന്റെ ഡയഗ്രം ആയിരുന്നു ഇത്. ഈ മൾട്ടിപ്ലക്സർ എന്തായിരുന്നു ചെയ്തേ? 4 കാര്യങ്ങൾ ചെയ്യണം. ഈ 4 കാര്യങ്ങൾ ചെയ്തിട്ടാണ് കൺട്രോൾ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതേ മൾട്ടിപ്ലക്സർ തന്നെയാണ് നമുക്ക് ഇപ്പുറത്തുള്ളത്. പക്ഷെ ആള് കുറച്ചൊന്ന് സുന്ദരനായിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാ ഇവിടെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അയാളെയും കൺട്രോൾ സിഗ്നൽ I0 T0 ഒക്കെ തന്നെയാണ്, വിച്ച് ഈസ് കണക്റ്റഡ് ടു മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. അപ്പൊ അയാളെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ചെറിയ മാറ്റ ഡയഗ്രത്തിന് ഉണ്ടാവുള്ളൂ. ദെൻ അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു അഡ്രസ് പ്രോസസ്സറും ഉണ്ട്. വി ഹാവ് എ ഡാറ്റ പ്രോസസ്സർ. പ്രോസസ്സറിനെ നമുക്ക് ഒരുമിച്ചും കാണാം, സെപ്പറേറ്റ് ആയിട്ടും കാണാം. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ കാരണം വി ഹാവ് ഡാറ്റ പ്രോസസ്സർ. ഡാറ്റ അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള ടാസ്ക് ഒക്കെ ചെയ്യുന്നു. അഡ്രസ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ? വി ഹാവ് ടു ഐഡന്റിഫൈ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓരോ ഇൻസ്ട്രക്ഷനും ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം അതിന്റെ അഡ്രസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അഡ്രസ് ഡാറ്റേനെ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്രസ് പ്രോസസ്സർ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഗ്രാം കൗണ്ടർ ഉണ്ടോ, ഓരോ ടൈമിൽ ഇൻക്രിമെന്റ് ചെയ്യേണ്ട പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന ആളാണ് അവിടെ ഉള്ളത്. ഡാറ്റ എടുക്കാനുള്ള മെമ്മറി ഡാറ്റ രജിസ്റ്ററും മെമ്മറി അഡ്രസ് രജിസ്റ്ററും ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ഇൻസ്ട്രക്ഷനെ ഫെച്ച് വെക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും ആണ് എവിടെ ഉള്ളത്? അഡ്രസ് പ്രോസസ്സറിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അഡ്രസ് പ്രോസസ്സർ ചെയ്യുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. ഇതാണ് നമ്മുടെ മെമ്മറി. ഇറ്റ് ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. അതിനുവേണ്ടി ആരൊക്കെ? പ്രോഗ്രാം കൗണ്ടർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അതിനെ പ്ലേസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇത്രയും കാര്യങ്ങളുള്ള ഒരാളെ നമ്മൾ ഒരുമിച്ച് എന്ത് പറഞ്ഞു? അഡ്രസ് പ്രോസസ്സർ എന്ന് പറഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതിന്റെ യൂസ് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എയിം എന്താണ്? വി ഹാവ് ടു ജനറേറ്റ് കൺട്രോൾ സിഗ്നൽ ഫോർ എൻ ഇൻസ്ട്രക്ഷൻ. കൺട്രോൾ സിഗ്നൽ ഫോർ എൻ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ആക്ച്വലി എന്താ നടക്കുന്നത്? ഒരു അഡ്രസ് കൊടുത്ത് നമ്മൾ കൺട്രോൾ സിഗ്നൽ ഫോർ എൻ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് എവിടെ കൊണ്ടുവച്ചു? നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവച്ചു. മനസ്സിലാവുണ്ടെന്ന് കരുതുന്നു. സപ്പോസ് ആ ഇൻസ്ട്രക്ഷൻ ആണ് ആഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഫെച്ച് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വെച്ചത്. ഇനി ഈ ആഡിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ആഡ് വന്നു കഴിഞ്ഞ ഉടനെ ഈ കോഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഇവിടെ ഒരു കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് ഉണ്ട്. അത് നമ്മുടെ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിനോട് പറയും, ഐ ഹാവ് റിസീവ്ഡ് എൻ ആഡ് ഇൻസ്ട്രക്ഷൻ, വേഗം ഇത് പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്ത് തരണം. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ വേർഡിനെ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് പിന്നെ വേണ്ട കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തോളൂ. ക്ലിയർ ആയെന്ന് തോന്നുന്നു. അപ്പൊ ആക്ച്വലി മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യണം? നമ്മൾ അഡ്രസ് പ്രോസസ്സർ ചെയ്യണം. എടുത്ത ഡാറ്റേനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവെക്കണം. ദെൻ കോഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തിട്ട് ആഡ് ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, ജമ്പ് ആണോ, അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ വേർഡിനെ, അത് പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ വേർഡിനെ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് എടുക്കും.
ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അതുകൊണ്ടാണ് അഡ്രസ് പ്രൊസസറിനെ മെമ്മറിനോട് അടുത്ത് വെച്ചേക്കുന്നത്. ക്ലിയർ ആയോ എന്തേലും? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇപ്പൊ എന്തൊക്കെ കോമ്പണൻസ് മനസ്സിലായി? ഹിയർ വി ഹാവ് എ കൺട്രോൾ മെമ്മറി, കൺട്രോൾ വേർഡിനെ സ്റ്റോർ ചെയ്തു. മൈക്രോ പ്രോഗ്രാം സീക്വൻസർ 1 by 1 ആയിട്ട് കൺട്രോൾ വേർഡിനെ ഐഡന്റിഫൈ ചെയ്തോളും. നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, ആഡ് ആണോ സബ്സ്ട്രാക്ഷൻ ആണോ, ആ കോഡിനെ ഡീകോഡ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ദെൻ ബ്രാഞ്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു മൾട്ടിപ്ലക്സർ സീക്വൻസറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ക്ലിയർ ആണോ നിവേദ്യ, നൂഹ, പ്രിൻസ്? ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് 2 സ്ലൈഡും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷാവും. ആ സ്ലൈഡ് ഈ സ്ലൈഡാണ്, നോക്കുക. പ്രിൻസ് എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ പ്രിൻസ്, നോക്കുക, സന്തോഷാവുന്ന സ്ലൈഡുകളാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് എ മെമ്മറി യൂണിറ്റ്. ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, ദിസ് ഈസ് അവർ മെമ്മറി യൂണിറ്റ്. ദെൻ വി ഹാവ് എ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ, ദിസ് ഈസ് അവർ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. Then we have a control memory, this is our control memory. Then processor have a 2 part. First one address processor, this is our address processor. Second one data processor, this is our data processor. Kando, data processor only concerned with the manipulation of data. ഇവിടുന്ന് വരുന്ന ഡാറ്റനെ റൈറ്റ്, അത് നമ്മൾ പറയും റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അതൊക്കെയാണ്. അഡ്രസ് പ്രൊസസർ എന്താണ്? മാനിപ്പുലേറ്റ് ദി അഡ്രസ് ഇൻഫോർമേഷൻ റിസീവ്ഡ് ഫ്രം ദി മെമ്മറി. മെമ്മറിയിൽ നിന്ന് നമ്മുടെ ഡാറ്റ എടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവെക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ വേർഡ് ജനറേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ടാസ്ക് ഒക്കെ ആര് ചെയ്തോളും? അഡ്രസ് പ്രൊസസർ ചെയ്തോളും. അത് നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ ഗോയിങ് ടു നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പറഞ്ഞ കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് placing it into instruction register. We are fetching instruction from the memory and placing it into instruction register. അത് മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ്, ഇതാണ് അവർ കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ്. അതെന്ത് ചെയ്യുന്നു? ദാറ്റ് മാപ്പ് ഓപ്പ് കോഡ് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇൻ ടു എ മൈക്രോ റുട്ടീൻ. ആഡ് വന്നു കഴിഞ്ഞാൽ ആഡിന്റെ കൺട്രോൾ വേർഡ് എന്താണെന്ന് മാപ്പ് ചെയ്ത് കൊടുക്കണം. സബ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ് ഇതിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണം. ബ്രാഞ്ച് ആണ് വന്നിട്ട് അതിലേക്ക് മാപ്പ് ചെയ്യണം. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് ഡീകോഡ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. കണ്ടോ? അഡ്രസ് ജനറേറ്റഡ് ബൈ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഗിവൺ ടു ദി സീക്വൻസർ. കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് അഡ്രസ് ജനറേറ്റ് ചെയ്തു. ദാറ്റ് വി ആർ ഗിവിംഗ് ടു എ സീക്വൻസർ. ഇവിടെയാണ് സീക്വൻസർ ഉള്ളത്, സീക്വൻസറിലേക്ക് കൊടുത്തു. സീക്വൻസറിൽ എന്തൊക്കെയുണ്ട്? സീക്വൻസർ ഈസ് ദർ, കൺട്രോൾ മെമ്മറി ഈസ് ദർ, എ മൾട്ടിപ്ലക്സർ ഈസ് ദർ. സീക്വൻസർ ഉണ്ട്, കൺട്രോൾ മെമ്മറി ഉണ്ട്, മൾട്ടിപ്ലക്സർ ഉണ്ട്. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലക്സർ ബ്രാഞ്ച് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം, നോർമൽ ആയിട്ടുള്ള ഫ്ലോ ഐഡന്റിഫൈ ചെയ്യാം, സബ് റൂട്ടീൻ കോൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഈ ഒരു കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസ്ട്രക്ഷൻ എന്ത് രീതിയിലാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പൊ ഇത്രയും ഓർത്തിരിക്കുക, ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. We are discussing about a micro programmed CPU organization. Here we have mainly few components. നമുക്ക് അറിയുന്ന കോമ്പണൻസ്. ഫസ്റ്റ് വൺ മെമ്മറി ഈസ് ദർ, എ ഡാറ്റ പ്രോസസർ, കൺട്രോൾ പ്രോസസർ ഉണ്ട്. മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വെച്ചു. എന്താണ് ഇൻസ്ട്രക്ഷൻ എന്ന് മാപ്പ് ചെയ്ത് കൊടുത്തു. സീക്വൻസർ കൺട്രോൾ വേർഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലക്സർ നമുക്ക് അതിനെ കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡാറ്റ പ്രോസസർ എന്താണ്? ഈ ഒരു മക്സ് എന്താണ്? 2 പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ ഇത്രയും മതി. ക്ലിയർ ആണോ? ഇന്ന് തന്നെ ടോപ്പിക് നോക്കുക. ഹൊറിസോണ്ടൽ ഇൻസ്ട്രക്ഷൻ, മൈക്രോ